ഹലോ മൈ ഡിയേഴ്സ്. ട്വിൻ ജേണിയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് കരിയറിലുണ്ടാകുന്ന തടസ്സങ്ങൾ. മിക്കവാറും ആളുകൾക്കും ജോലി കിട്ടാനുള്ള പ്രയാസം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ജേണിയിൽ ആയതിൻ്റെ പേരിൽ മാത്രം ഒരിക്കലും ജോലി കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആഗ്രഹിച്ച പൊസിഷനിൽ എത്താത്ത അവസ്ഥ, ജോലി സ്ഥലത്ത് നിന്ന് എപ്പോഴും തിരിച്ചടികൾ, അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാം നമ്മളിൽ ഒരുപാട് ഇന്നർ വൂൺസ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് കർമാസ് ഉണ്ട്, ആൻസിസ്റ്റർ ഹീലിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിംസിൻ്റെ ലൈഫ് എല്ലാ രീതിയിലും സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു പക്ഷേ ഇങ്ങനെ ജോലി കിട്ടാതിരിക്കുന്നതും അവിടെ വരുന്ന പ്രതിസന്ധികളൊക്കെ നമ്മളെ ഒന്നുകൂടി നല്ല രീതിയിൽ ഹീലിങ്ങിലേക്ക് ഫോഴ്സ്ഫുള്ളി തള്ളിവിടുന്നതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അല്ലാതെ ഞാൻ ഈ ജേണിയിലാണ്, എനിക്കൊരിക്കലും ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാതെ ഇരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാത്തത്, അല്ലെങ്കിൽ കരിയറിൽ എന്തുകൊണ്ടാണ് പ്രോബ്ലംസ് വരുന്നത്, എന്തുകൊണ്ടാണ് പിരിച്ചുവിടപ്പെടുന്നത് എന്നൊക്കെ കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കുറേ പേര് ഇങ്ങനെ ഈ ജേണിയിലാണ്, എനിക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ജോലി ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീവ് സിസ്റ്റംസ്, ആൻസിസ്റ്റർ കർമ്മ, ഇന്നർ ചൈൽഡ് വൂൺസ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ നിങ്ങളൊന്നിനും ഡിസേർഡ് അല്ല, നിങ്ങൾക്ക് അർഹതയുള്ളൊന്നും ലഭിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബിലീവ് സിസ്റ്റം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ഇനിയും മാറ്റിയിട്ടില്ല, ഹീലിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് കരിയറുമായി ബന്ധപ്പെട്ട് പുലർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അതേ വൈബിളുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് ജീവിതത്തിലേക്ക് വരിക. ഫസ്റ്റ് നമ്മൾ ഈ ബിലീവ് സിസ്റ്റംസ് ഒക്കെ പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ്. ഇനിയൊന്നുള്ളത് ഫോർഗീവ്, കാർമിക് ക്ലിയറൻസ്, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജോലി ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ പതുക്കെ പതുക്കെ ജോലി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വേറൊരു കൂട്ടരുള്ളത് ജോലി ലഭിക്കുന്നുണ്ട്, പക്ഷേ ആ സ്ഥലത്ത് അത്ര കംഫർട്ടബിൾ അല്ല, മാറി മാറി കുറേ ജോലി ലഭിക്കുന്നു, ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ കാരണം മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കുന്നു, പിരിച്ചുവിടുന്നു, ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്നു, പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ മൈൻഡ് ലെവലിൽ, അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം. ദെൻ ചക്ര ലെവലിൽ ഇതിനെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ജേണിയിലുള്ളതിൻ്റെ ഭാഗമായിട്ട് ഹൈലി ഒബ്സസ്ഡ് ആയിരിക്കും, ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകും, തോട്ടൊക്കെ ചേഞ്ച് ആയിരിക്കും. എപ്പോഴും നമ്മൾ DMനെ കുറിച്ച്, അല്ലെങ്കിൽ ജേണി തന്നിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ലെസൺസിനെ കുറിച്ച് ഒക്കെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ചിന്തകൾ കാരണം തന്നെ ജോലി സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യേണ്ട എനർജി മുഴുവൻ മറ്റൊരാളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കോൺസെൻട്രേഷൻ കിട്ടാത്തത് കാരണം കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കാൻ പറ്റില്ല. എവിടെയോ ഉള്ള പോലെ മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കളിക്കും. അപ്പം കൂടെയുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കുറവാണ്, അത്ര ഏബിൾ അല്ല, നമ്മളിതിന് യോഗ്യരല്ല എന്നുള്ളൊരു ഫീലാണ് ഈ ഒരു ഫോക്കസ് ഇല്ലായ്മ കാരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ചേസിംഗ് ഒക്കെ നിർത്തി നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരികയും ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് അവിടെ തുടരാൻ സാധിക്കും എന്നുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചേസിങ്ങും പ്രയാസങ്ങളൊക്കെ, പെയിനെയൊക്കെ മറികടന്ന് പവർഫുൾ ആയാൽ തന്നെ ജോലി നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ ഡെഡിക്കേഷൻ ലഭിക്കും. ഇനിയൊരു കാര്യം, നിങ്ങളെ കരിയർ നിങ്ങൾക്ക് ഒരുപാട് അനാവശ്യമായിട്ട് എനർജി വേസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ അവിടെ ചുറ്റുമുള്ള നെഗറ്റീവ് പീപ്പിൾസ് ആണ്, അവരുമായിട്ട് ഇടപഴകേണ്ടി വരുന്നുണ്ടെങ്കിൽ എനർജി ഒരുപാട് ഡ്രെയിൻ ആവും. അപ്പോൾ ഈ എനർജി ഡ്രെയിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മടുപ്പ് വരും, ക്ഷീണം പിടിക്കും, ജോലിക്ക് പോകാൻ തോന്നില്ല. ആ ഒരു അത്തരത്തിലുള്ള ആളുകൾക്കിടയിലാണോ, നിങ്ങളെ വൈബ്രേഷനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാം. ഒരു പക്ഷേ ആ ജോലി നിങ്ങൾ ഹീലിങ് തുടങ്ങുന്നതിന് മുന്നേ കിട്ടിയതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹീൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് പറ്റാതാവുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നോക്കുന്നത് അല്പം ആശ്വാസകരമായിരിക്കും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം പറയാം. ഇവിടെ ഒരു മിറർ എഫക്റ്റ് വരാറുണ്ട് നിങ്ങളുടെ കരിയറിൽ. ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി, കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ DM നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള തോന്നല്, ഇതൊക്കെ ജോലി സ്ഥലത്തും മിറർ ചെയ്ത് വരാം. കൂടെയുള്ള ആളുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറെ, ബോസോ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, ഇതൊക്കെ മിററിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളതാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക.
പിന്നെ നിങ്ങളുടെ DMDF എനർജി ബാലൻസിങ് ഇത് ചെയ്യുമ്പോഴാണ് ലോജിക് മൈൻഡും ഇമോഷണൽ മൈൻഡും കൂടി റെഡി ആയിട്ട് വരിക. ഇതല്ലാത്തപ്പോൾ, ഇങ്ങനെ ബാലൻസ് അല്ലാത്തപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. ഇത് തീർച്ചയായിട്ടും ബിസിനസ്സിലും കരിയറിലൊക്കെ ഉള്ള ഒരു ഗ്രോത്ത് മുരടിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഈ കരിയറിലെ ബ്ലോക്കുകൾ വരുന്നത് നിങ്ങളതിൽ തളർന്ന് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ജേണിയാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇത് ഹീലിംഗിലേക്ക് പോകാനാണ്. ഞാൻ ഹീൽ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഹീലിംഗിലേക്ക് യൂണിവേഴ്സ് ഫോഴ്സ് ചെയ്യുകയാണെന്നുള്ള സിമ്പിളായിട്ട് മനസ്സിലാക്കണം. ഇനി കുറേ ആളുകൾ ചെയ്യുന്നതാണ് ഔട്ട്കമ്മിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് വ്യൂസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള ഔട്ട്കമ്മുകൾ ചിന്തിക്കുക. ബിസിനസ് ആണെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടോ, വരുമാനം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ സാധാരണ ഒരു ജോലിയാണെങ്കിൽ അവിടുന്ന് അംഗീകാരം, പ്രശംസ കിട്ടുന്നുണ്ടോ, ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ, ഔട്ട്കമ്മിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നിങ്ങളെ സ്വാഭാവികമായിട്ടും ആ പ്രസന്റ് മൊമെന്റിൽ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൽ നിന്നും പിൻവലിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഞാൻ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കയറിയ ഒരു ജോലി സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീരെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. ആ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് മാറിയപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത്. കാരണം ഹീൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മളെ ഫ്രീക്വൻസിക്ക് മാച്ച് ആവാത്ത സാഹചര്യങ്ങളും ആളുകളും ഒക്കെ ആയിരിക്കും ചുറ്റിനും ഉണ്ടാവുക. അപ്പോൾ കഴിയുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറാൻ നോക്കുക. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണല്ലോ ശരീരം. അപ്പോൾ ശരീരം ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നിലവിലുള്ള ജോലി ഇത് പെട്ടെന്ന് കിട്ടിയാതെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഇതാക്കാനോ ഒക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ ജോലി പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, എൻ്റെ ഈ ജോലി എൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു ഉപാധിയാണെന്നൊക്കെ സങ്കല്പിച്ച് ഇതിനെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്, എനിക്ക് തൽക്കാലം ഒരു വരുമാനം ആവശ്യമുണ്ട് എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്ത് ജോലിക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അവിടെ ആശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ജോലി സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ എടുക്കുക, ബ്രീത്തിങ് ചെയ്യാം, ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ അത് കെട്ടി ആടാം. ചില സ്ഥലത്തൊക്കെ ഞാൻ കാണാറുണ്ട് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ കണ്ടെത്തി ഒന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുന്നത് ജോലിക്ക് പോകാനുള്ള മടുപ്പ് കുറയ്ക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളെ കയ്യിലൊരു ബുക്ക് വെക്കുന്നത് നല്ലതാണ്. ഹീലിങ്ങിന് ഇത്ര സമയം, ജോലി സ്ഥലത്ത് ഇത്ര സമയം, എല്ലാത്തിനും ഒരു സമയം വെക്കുകയാണെങ്കിൽ ആ നമുക്കൊരു സമാധാനം ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നത് ചെയ്യാലോ എന്നുള്ളത്. അല്ലാതെ ഒന്ന് ചെയ്യുമ്പോൾ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയില്ല. സോ ഇൻഫ്ലുവൻ ജേർണി എന്ന് പറയുന്നത് കരിയർ ഉപേക്ഷിക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിനെ നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യവുമായിട്ട്, സോൾ മിഷനുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു പാലമായിട്ട് കരുതുക. ഇത് ഇനി ചക്ര ലെവലിൽ എങ്ങനെയൊക്കെയാണ്, ചക്രാസും കരിയറും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഓരോ ചക്രയും നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വശങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. സോ നമ്മുടെ എനർജി സിസ്റ്റത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ അത് കരിയറിലെ തടസ്സങ്ങളായിട്ട് എങ്ങനെയാണ് മാറുന്നത് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് ചക്ര ഇംബാലൻസ് ഉള്ളത് കാരണം നമുക്ക് എന്താണ്, റൂട്ട് ചക്ര ആക്ച്വലി നമ്മുടെ നിലനിൽപ്പിനെയും ഒരു സുരക്ഷിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കരിയറിലുണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ജോലിയിലുള്ള ഒരു സ്ഥിരത എന്നിവയൊക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂട്ട് ചക്ര ബ്ലോക്ക് ആയാലാണ് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇനി സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയുടെയൊക്കെ ഉറവിടാണെന്ന് അറിയാലോ. അപ്പോൾ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ബിസിനസ്സിലാണെങ്കിൽ അവിടെ ഒരു ഇന്നോവേഷൻ, ജോലിയിൽ സന്തോഷം എന്നിവയൊക്കെ സ്വാധിഷ്ഠാന ചക്രയിലെ ബ്ലോക്കേജസ് ബാധിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഇല്ലാതാകുക, ജോലിയിൽ മടുപ്പ്, സഹപ്രവർത്തകരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയും ഈ ഒരു ചക്രത്തിലെ ബ്ലോക്കേജസ് കൊണ്ടാണുള്ളത്. ഇനി മണിപ്പൂര ചക്രം പരിശോധിക്കുകയാണെങ്കിൽ സോളാർ പ്ലക്സസ് നമ്മുടെ കോൺഫിഡൻസിൻ്റെയും വിൽ പവറിൻ്റെയൊക്കെ കേന്ദ്രമാണിത്. ലീഡർഷിപ്പ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചക്രം ബ്ലോക്ക് ആയാലാണ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഉത്തരവാദിത്തങ്ങൾ എടുക്കാനുള്ള പേടി, മേലുദ്യോഗസ്ഥരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള മടി എന്നിവയൊക്കെ ഉണ്ടാകുന്നത്. ഹാർട്ട് ചക്രയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കേന്ദ്രം. അപ്പോൾ ടീം വർക്ക്, ജോലി സ്ഥലത്തുള്ളൊരു സമാധാനം, ചെയ്യുന്ന ജോലിയോടുള്ള ഒരു സ്നേഹം എന്നിവയൊക്കെ ഈ ചക്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലോക്ക് ആയാൽ നിങ്ങൾക്ക് കോവർക്കേഴ്സിനോടുള്ള വെറുപ്പ് തോന്നുക, ജോലിയോട് തീരെ താല്പര്യമില്ലായ്മ, സ്ട്രെസ് എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി വിശുദ്ധ ചക്രത്തിലേക്ക് വരികയാണെങ്കിൽ വിശുദ്ധ ചക്രം കമ്മ്യൂണിക്കേഷൻ്റെ കേന്ദ്രമാണ്. ഇന്റർവ്യൂകൾ, മീറ്റിങ്ങുകൾ, പ്രസന്റേഷൻ എന്നിവയിലൊക്കെയുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്.
ഇത് ബ്ലോക്ക് ആയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയാതെ വരിക, തെറ്റായിട്ടുള്ള ആശയവിനിമയം മൂലം ജോലിയിലെ ഓരോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് കാരണമുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് സംസാരിക്കുക, ഫ്ലോ ആയിട്ട് സംസാരിക്കുക, കുറച്ച് പാട്ടൊക്കെ പാടി നോക്കുക, അതിന് പറ്റുന്ന രീതിയിൽ പാട്ടൊക്കെ പാടി നോക്കുക എന്നൊക്കെയാണ്. ഇനി തേർഡ് ഐ ചക്ര യുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. ഇൻഡ്യൂഷൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയൊക്കെ കേന്ദ്രമാണ് തേർഡ് ഐ ചക്ര. കരിയറുമായിട്ടുള്ള ബന്ധം നോക്കാം. ബിസിനസ്സിലൊരു ദീർഘവീക്ഷണം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് പിന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഇൻഡ്യൂഷൻ തുടങ്ങിയൊക്കെയാണ് ഈ ചക്രാസ് ബാലൻസ് ആയാലും ഉണ്ടാവുക. അപ്പോൾ ബ്ലോക്ക് ആയാലും നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാവില്ല, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും, തെറ്റായ തീരുമാനങ്ങളായിരിക്കും എടുക്കുക. സഹസ്രാര ചക്രമായിട്ട് കരിയറിന് എന്താ ബന്ധമുള്ളത് നോക്കാം. സോൾ പർപ്പസ് കണ്ടെത്താനായിട്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കാനായിട്ട് ഈ ചക്ര ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലാണ് ജീവിതത്തിനൊരു അർത്ഥമില്ലെന്ന് തോന്നൽ വരിക, കരിയറിലെ വഴിമുട്ടലൊക്കെ വരിക. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കരിയറിൽ ഒരു പ്രത്യേക തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അത് ഏത് ചക്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തെ എനർജി അലൈൻമെന്റ് ചെയ്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ പിന്നെ കരിയറിൽ ഏതെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് വരുന്നുണ്ടെങ്കിൽ അത് ഏത് ചക്രമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് കണ്ടുപിടിക്കുക. ആ സ്പെസിഫൈഡ് ചക്രാസിനെ എങ്ങനെ ഹീൽ ചെയ്യണം എന്നുള്ള ടിപ്സ് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളെ പ്രശ്നം എന്താണെന്നും അത് റിലേറ്റഡ് ആയിട്ടുള്ള ചക്രാസ് ഏതാണെന്നും സൂചിപ്പിച്ച് നോക്കൂ. ഇപ്പം ഞാൻ ചക്രാസിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ അത് വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്ത് പറയുക. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാം. താങ്ക് യു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്കിവിടെ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.